everyone, plus 2 first chapter in the last topic like എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പാർട്ട് 1 റിലേഷൻ എങ്ങനെ സെറ്റ് ആക്കണം എന്നും ടൈപ്സ് ഓഫ് റിലേഷൻ കണ്ടുവന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 1 and on 2 ഫംഗ്ഷൻ കണ്ടുവന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ അവസാനം എവിടെ എത്തി? ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ അഥവാ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട് കോമ്പസിഷൻ. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. അത് കഴിഞ്ഞ ഒരു ടോപ്പിക് ശരിക്കും ഉണ്ട് ബൈനറി വിച്ച് ഇസ് ഡിലീറ്റഡ്. നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലില്ല. ഇനി എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് അറിയിക്കാനുണ്ട് മക്കളെ. +2 ഇരേ ബാച്ച് 2 നമ്മുടെ +2 ഇരേ ബാച്ചിന്റെ ബാച്ച് 2 ലോഞ്ച് ആയിട്ടുണ്ട് ഇന്നലെ. ഈ വീഡിയോ റിലീസിന് ഒരു ദിവസം മുൻപ് വിച്ച് ഇസ് May 22. അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഇന്നലത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും ലേറ്റ് ആവുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ നിങ്ങൾ ബാച്ച് 3ലേക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. എല്ലാവരും ജോയിൻ ചെയ്തോളൂ വേഗം തന്നെ. കാരണം ബാച്ച് 2 ടൈം ടേബിൾ പുതിയത് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ലൈവും ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. വേഗം പഠിച്ച് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാം +2. ഓക്കെ, റെഡി? ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, വാട്സാപ്പ് ചെയ്യുക, നിങ്ങൾ ഗൂഗിൾ പേ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുക. അടുത്ത ദിവസം മുതൽ നിങ്ങൾ ബാച്ച് ക്ലാസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, റെഡി? ബാച്ച് ക്ലാസ്സിലുള്ളവരൊക്കെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, വേറെ കാര്യം. ഓക്കെ, ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻവെർട്ടിബിൾ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും വേണ്ടത്? ഇറ്റ് ഷുഡ് ബി ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ഒബ്ജക്റ്റീവ് അങ്ങനെയാണോ? ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? രണ്ട് കാര്യം എടുക്കണം, ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ്. ഓക്കെ, ഈ പേരുകളൊന്നും കേട്ട് പേടിക്കണ്ട. നമ്മൾ എന്താ പഠിച്ചത്? ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 to 1 ആൻഡ് ഓൺ 2. 1 on 2 ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ടോപ്പിക് വീഡിയോയിൽ നമ്മൾ കണ്ടു. ഓക്കെ, നിങ്ങളത് ഗ്രാഫിക്കലി പഠിക്കണം. അതേപോലെ തിയററ്റിക്കലി എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് പഠിക്കണം. 1 ആണോ ഓൺ 2 ആണോ എന്ന്. ഓക്കെ, വളരെ സിമ്പിൾ പ്രോസസ്സറാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാനുള്ളത്, ഇത് നമ്മൾ പാർട്ട് 2 കണ്ടു. നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണത് ഇൻവെർട്ടിബിൾ എന്ന് കാണിക്കാം. ഓക്കെ, ഇൻവെർട്ടിബിൾ എങ്ങനെയാണെന്ന് കാണിക്കാം. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ മിസ്ലേനിയസിന് മുമ്പ്. ലെറ്റ് എ ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു വൈ. വൈ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. വൈ എന്ന് പ്രത്യേകിച്ച് ഡെഫിനേഷൻ വന്നില്ല. വൈ ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ ഒരു ഈക്വൽ ടു വന്നിട്ടുണ്ട്. ലെറ്റ് എന്താണ് ഫംഗ്ഷൻ പറഞ്ഞത്? f(x) is equal to 4x + 3. ഓക്കെ, വൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ സം നാച്ചുറൽ നമ്പർ. ഇതിന്റെ ബേസിക്കലി കോഡൊമെയിനും ഡൊമെയിനും ഇത് ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കോഡൊമെയിനും എന്ത് ഈക്വൽ ആണ്? റേഞ്ച് ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി വൈ എന്ന് പേരിട്ടു. പൊതുവേ നാച്ചുറൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിനാണ് കൊടുത്തത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നാച്ചുറൽ നമ്പേഴ്സ് ടു വൈ, ഇതാണ് കോഡൊമെയിൻ. കോഡൊമെയിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. വൈ എനി നാച്ചുറൽ നമ്പർ. ഓക്കെ, എനി നാച്ചുറൽ നമ്പർ വിച്ച് സാറ്റിസ്ഫൈസ് ഫോർ 4x + 3. അപ്പോൾ ഇതിൽ എന്തൊക്കെ ആൻസർ വരുന്നു? 4x + 3, എക്സിന് 1 കൊടുത്ത് എന്ത് കിട്ടും? 4 + 3 7. അപ്പോൾ 7 ഉണ്ട്. 4 × 2 8 + 3 11 ഉണ്ട്. അപ്പോൾ 7 11 അങ്ങനെ പോകുന്നു, ആ നമ്പേഴ്സ് പോകുന്നു. ഓക്കെ, അതൊക്കെയാണ് വൈയിൽ ഉണ്ടാവുക. അപ്പോൾ കോഡൊമെയിൻ റേഞ്ചും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓൺ 2 ആണ്. ഇപ്പൊ തന്നെ മനസ്സിലാക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഇൻവെർട്ടിബിൾ, ഫൈൻഡ് ദി ഇൻവേഴ്സ്. ആയിക്കോട്ടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻവെർട്ടിബിൾ ആണെന്ന് കാണിക്കാൻ 2 സ്റ്റെപ്പാണ്. 1 to 1 ആൻഡ് ഓൺ 2 കാണിക്കണം. ഇതിൽ 1 to 1 ആണെന്ന് കാണിക്കാൻ വളരെ സിമ്പിളാ. വാട്ട് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? 1 to 1 എന്ത് ക്വസ്റ്റ്യൻ വന്നാലും, ഗ്രാഫ് അല്ലാത്ത ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. നമുക്ക് അസ്യൂം ചെയ്യാം. എന്താണ് അസ്യൂം? f(x1) = f(x2). എന്താണ് f(x1) = f(x2) ചെയ്യാം. അവസാനം നിങ്ങൾക്ക് x1 = x2 കിട്ടിയാൽ 1 ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 4x1 + 3 = 4x2 + 3. ഈ 3 അങ്ങോട്ടേക്ക് പോകും. അല്ലെ രണ്ട് സൈഡിൽ നിന്ന് ഞാൻ 3 കുറച്ചാൽ എന്ത് കിട്ടും എനിക്ക്? ഫോർ എക്സാമ്പിൾ ഈ 3 അങ്ങോട്ടേക്ക് പോയി എനിക്ക് കിട്ടും 4x1 = 4x2. ഈ +3 ഉണ്ട്, -3 അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇത് 0 ആയി. സോ വി ഗെറ്റ് 4x1 = 4x2. നമുക്ക് രണ്ട് സൈഡിൽ നിന്നും 4 ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒന്നെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഈ 4 ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് x1 = x2 എന്ന് കിട്ടും. ഓക്കെ, രണ്ട് സൈഡിൽ നിന്ന് 4 ഡിവൈഡ് ചെയ്തു. നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് കിട്ടും x1 = x2. f(x1) = f(x2) തുടങ്ങി അവസാനം x1 = x2 എന്ന് കിട്ടിയാൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് 1 to 1 ഫംഗ്ഷൻ. 1 to 1 ഫംഗ്ഷൻ ആണെന്ന് എല്ലാവർക്കും കിട്ടിയല്ലോ. ഈസി പീസി ലെമൺ സ്ക്വീസി. അടിപൊളി. ഇനി അടുത്തത് ഓൺ ടു 1 എന്ന് കാണിക്കണം. 1 ആണ്, ഓൺ ടു 1 എന്ന് കാണിക്കണം. ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങളൊരു എക്സ്പേർട്ട് ആണെങ്കിൽ, നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ട ആളാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഓൺ ടു 1 കാണിക്കാനുള്ള ഉടായിപ്പാണ്. പക്ഷേ എങ്ങനെയാണ് സ്റ്റെപ്സ്? ഓൺ ടു കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. f(x) എന്താണ്? 4x + 3. ഓക്കെ, f(x)ന് പകരം y ആയിട്ട് എഴുതണം. നമ്മൾ ഇൻവേഴ്സ്, നമ്മൾ +1 ഇതിൻ്റെ കോഡൊമെയിൻ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്, റേഞ്ച് കണ്ടുപിടിക്കാൻ. സെയിം സംഭവം തന്നെ. f(x)ന് y ഇടുക, 4x + 3. ഇപ്പം നമുക്ക് കാണാം y ആണ് തന്നെ ഇരിക്കുന്ന ആള്. എക്സിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്? എക്സിനെ തന്നെ ആക്കണം, എക്സിനെ ഒറ്റയ്ക്കാക്കണം. എങ്ങനെ ചെയ്യുക? 3 ഇങ്ങോട്ട് വരിക, y - 3 = 4x. അപ്പോൾ 4 × x എനിക്ക് എക്സിനെ തന്നെ വേണം.
4 ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 4y - 3 ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു എക്സ്. ഇതാണ് എനിക്ക് കിട്ടുന്നത്, എക്സിനെ തന്നെയാക്കി കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ഫംഗ്ഷൻ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇൻവേഴ്സ് കേട്ടോ. ഇതിന് ഇൻവേഴ്സ് ഇൻ കേസ് ഈ ക്വസ്റ്റിന് ഇൻവേഴ്സ് വയ്ക്കുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും എന്താണ് x - 3/4. അതവിടെ ഇരിക്കട്ടെ. ഇൻവേർട്ടിബിൾ ആണോ, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന ചോദ്യം. അപ്പോൾ ഇൻവേഴ്സ് അവിടെ ഇരിക്കട്ടെ, ഞാനൊരു ടെസ്റ്റിൽ കാണിച്ചു തന്നോളൂ. ഓക്കെ, ഇനി നിങ്ങൾ പറയുക ഇവിടെ വൈന് എന്തെങ്കിലും വാല്യൂ വരാൻ പറ്റാത്തതുണ്ടോ? സി കോഡമീൻ ഇസ് ഇത്. കോഡമീൻ എന്ന് പറയുമ്പം 4x + 3 വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ആണ്. അപ്പം ഇത് എന്തിനും വരാൻ പറ്റാത്തതുണ്ടോ? കോഡമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ക്യാപിറ്റൽ Y ഈസ് ഈക്വൽ ടു 4x + 3 x 1 ആകുമ്പോൾ 7 11 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, 15 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിൽ ഏതെങ്കിലും വാല്യൂ ഇതിൽ വരാൻ പാടില്ലെന്നുണ്ടോ? Y ഡിനോമിനേറ്ററിലാണോ? അല്ല. മാജിക് റൂൾ ഓർക്കുക, Y ഡിനോമിനേറ്ററിലല്ല, Y റൂട്ടിലല്ല. അപ്പം നമുക്ക് Y ബിലോങ്സ് ടു എന്താണ്? Y ബിലോങ്സ് ടു ക്യാപിറ്റൽ Y. ഓക്കെ, ക്യാപിറ്റൽ Y. കാരണം എന്താണ്? നമുക്ക് വരാൻ പറ്റാത്ത വാല്യൂസ് ഒന്നുമില്ല. 7 വരാം, 11 വരാം, 15 വരാം, അതുപോലെ വേറെ കുറേയും വരാം. പക്ഷെ നമുക്കിതാണ്. അപ്പം നമുക്ക് പറയാം എന്താണ്? കോഡമീൻ ഇസ് ഈക്വൽ ടു റേഞ്ച്. കോഡമീൻ ഇസ് ഈക്വൽ ടു റേഞ്ച്. Therefore it is on to 1 1 on to ആണെങ്കിൽ we can say it is ഇൻവെർട്ടിബിൾ അഥവാ ബൈജക്റ്റീവ്. ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കാണുന്ന ഒരു പ്രത്യേക ഒരു സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, FOG of y is equal to f of a g of y blah 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 is equal to അങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. എന്താണ് FOG GOF? ഗോഫ് ഫോഗ് എന്താണെന്ന് കാണിച്ചാൽ വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നോക്കി കോമ്പസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ എടുത്തിടുക, അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷനുള്ളിൽ ഈ ഫംഗ്ഷൻ എടുത്തിടുക എന്നാണ് കോമ്പസിഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെരി സിമ്പിൾ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ പേരുണ്ടാവും അല്ലേ? ഇപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ അലൻ, അലക്സ്, അർച്ചന, കിരൺ എന്നൊക്കെ പറഞ്ഞിട്ട് പേരുണ്ട്, നിങ്ങളുടെ പേരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ടീച്ചർ നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും പനി പിടിച്ചു, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മേനെ ഫോൺ നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അലൻ എന്നുള്ള പേര് നിങ്ങളുടെ സ്കൂൾ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യും. അപ്പോൾ സ്കൂൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? സ്കൂൾ കമ്പ്യൂട്ടർ നിങ്ങളുടെ റോൾ നമ്പർ എന്തായിരിക്കും? നിങ്ങളുടെ റോൾ നമ്പർ 10 അല്ലെ 1005 എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്കൂൾ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ ആദ്യം നമ്മുടെ റോൾ നമ്പർ കണ്ടുപിടിക്കും. ഇനി ഈ റോൾ നമ്പർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ കണ്ടുപിടിക്കും. ഓക്കെ, റോൾ നമ്പർ എന്താ 954321 എന്നൊക്കെ പറഞ്ഞ ഒരു നമ്പർ ഉണ്ടാവും, ഫോൺ നമ്പർ. അപ്പോൾ അതാണ് ഈ ഫംഗ്ഷൻ വെച്ചിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് കൊണ്ടുവന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അത്ര ഒരു സംഭവം, അതാണ് കോമ്പസിഷൻ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ അലന്നടിക്കുമ്പോൾ റോൾ നമ്പർ കിട്ടി. ഇനി റോൾ നമ്പർ കൊണ്ടിട്ട് ഫോൺ നമ്പർ അടിക്കുമ്പോൾ ഫോൺ നമ്പർ കിട്ടുമ്പോൾ പണിയാണ്. അതിന് പകരം കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഉണ്ട്, നിങ്ങൾ പേരടിച്ചാൽ ലിങ്കായ റോൾ നമ്പർ വരും. അപ്പം ഫംഗ്ഷൻ സിംപ്ലിഫൈഡ്. ഓക്കെ, അപ്പോൾ രണ്ട് ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നാൽ ഓക്കെ, അതിൻ്റെ കോമ്പസിഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യും. ഇവിടെ നോക്കിയേ, 3x + 4 ആണ് ഇവിടെ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ഫംഗ്ഷൻ 3x + 4 ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് 2x. അപ്പോൾ ഇത് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനെ നമ്മൾ എഫ് എന്ന് വിളിക്കുന്നു, സെക്കൻഡ് ഫംഗ്ഷനെ ജി എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് എഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ജി ചെയ്യണമെന്ന് എങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതുക. നിങ്ങൾ വിചാരിക്കും സാർ FG ഇങ്ങനെ എഴുതിയാൽ മതിയോ? ഇല്ലല്ല, ഇതല്ലത്. ആദ്യം എഫും പിന്നെ ജി ആണെങ്കിൽ GOF എന്ന് പറയും. ഓക്കെ, ആദ്യം ചെയ്യേണ്ട ആള് റൈറ്റിൽ എഴുതും, പിന്നീട് ചെയ്യേണ്ട ആള് ലെഫ്റ്റിൽ എഴുതും. ഈ GOFന്റെ മീനിങ് G(f of x). ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഏറ്റവും ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആളെ ചെയ്യും ബോർഡ് മാസ് പ്രകാരം. അപ്പോൾ f of x ചെയ്തു, എന്നിട്ട് G of x ചെയ്യുന്നു. ഓക്കെ, ഇനി അതേപോലെ തിരിച്ചെന്താണ് FOG എന്ന് പറയുമ്പോൾ ആദ്യം ജീനെ ചെയ്തു, പിന്നെ എഫിനെ ചെയ്തു. അപ്പോൾ FG of x. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ FOG അഥവാ GOF എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? ഇത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് ആദ്യം റൈറ്റിലുള്ള ഫംഗ്ഷൻ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ആൻസർ എടുത്തിട്ട് നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വെജിറ്റബിൾ ആപ്പിൾ മെഷീനിലിട്ടു. ഓക്കെ, ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി. ഇനി ആപ്പിൾ ജ്യൂസിൽ നിങ്ങൾക്ക് അരിപ്പയിലിട്ടിട്ട് അരിപ്പയിലിടുക. ഓക്കെ, കുറച്ച് ഇഷ്ടമില്ലാത്ത സാധനം ഉണ്ടാവില്ല, മുഷി അത് കളയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആപ്പിൾ ജ്യൂസ് ഇട്ടു ഫംഗ്ഷൻ, എന്നാൽ ആ കിട്ടിയ ആപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസാക്കി ആ ജ്യൂസ് എടുത്ത് നിങ്ങൾ അരിപ്പയിലിടുക, ആ സെക്കൻഡ് ഫംഗ്ഷൻ. അതേപോലെ അതാണ് FG. ഓക്കെ, ഫംഗ്ഷൻ എഫ് കഴിഞ്ഞിട്ട് ജി ഫംഗ്ഷൻ. അതേപോലെ തിരിച്ച് ഞാൻ ആപ്പിൾ നേരെ അരിപ്പയിലിട്ടു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ജ്യൂസ് ഇട്ടു, അത് ജി ഫംഗ്ഷൻ പിന്നെ എഫ് ഫംഗ്ഷൻ, അത്രേ ഉള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നതിന് നമ്മൾ FOG എന്നോ GOF എന്നോ വിളിക്കും. ഇനി ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇൻവെർട്ടിബിൾ മക്കളെ, ഇവിടെ ഞാൻ ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്. എവിടെ നിന്ന് ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്? നമ്മൾ ഓൺ ടു ഓൺ ചെക്ക് ചെയ്യുമ്പോൾ ഇൻവേഴ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ വൈയും എക്സ് മാറ്റിയാൽ മതി, നമുക്ക് എന്നിട്ട് x - 3/4 ഞാൻ എഴുതി. ഇതാണ് നമ്മളിപ്പം ഇൻവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞത്.
ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കുകാർ പറയാം നിങ്ങളിത് ഇൻവേഴ്സ് ആണെന്ന് വിശ്വസിക്കരുത്. നിങ്ങളത് ജി എന്നുള്ളൊരു വേറെ ഫംഗ്ഷൻ വിളിക്കണം. നിങ്ങൾ ഇൻവേഴ്സ് വിളിക്കാനായിട്ടില്ല, കാരണം റൂൾ ഉണ്ട്. ഓക്കെ, എന്താ റൂൾ എന്ന് ഞാൻ പറയാം. നിങ്ങൾ ഫംഗ്ഷൻ 4x+3 കണ്ടുപിടിച്ചു. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഇൻവേഴ്സ് ഉണ്ട്, ഇതാണ് ആ ഇൻവേഴ്സ്. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം. ഈ എഫ് ഒരു ഫംഗ്ഷൻ തന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 4x+3 ഒരു ഫംഗ്ഷൻ. ഓക്കെ, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ ഒരു ഇൻവേഴ്സ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു ഫംഗ്ഷൻ x-3/4 അല്ലേ? ഇത് തന്നെയല്ലേ ഫംഗ്ഷൻ x-3/4. ഓക്കെ, ജി എഫിന്റെ ഇൻവേഴ്സും എഫ് ജിന്റെ ഇൻവേഴ്സും ആണെങ്കിൽ എന്താണ് പ്രൂവ് ചെയ്യാന്ന് പറയാം. എഫ് ഒ ജി ആൻഡ് ജി ഒ എഫ് എന്ന് പറയുമ്പോൾ ഒരു ഐഡന്റിറ്റി എലമെന്റ് വരും. നിങ്ങൾ ആ തുടങ്ങിയ ഐഡന്റിറ്റി എലമെന്റ് എക്സോ വൈയോ തരും. നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. എഫ് ഒ ജി എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ജി ഒ എഫ് ആണ്. ജി ഒ എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ്. അപ്പോൾ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നോക്കിയേ. കളർ ചെയ്ത് കാണിച്ചു തരാം. കളർ ചെയ്ത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ മക്കൾ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ആ ലൈക്കും കമൻറ്റ് ബട്ടൺ അടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾ ക്ലാസ് എടുത്ത് തരാണ്. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോസും കാണാം. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇത് നിങ്ങൾ മാർക്ക് കൂട്ടുന്ന ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പം ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഏറ്റവും ഉള്ളിലുള്ള ആളാണ് അതായത് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ 4x+3. അപ്പോൾ ഞാൻ ഇവിടെ ജി ഇങ്ങനെ ഇടുന്നു. എഫ് ഓഫ് എക്സിന് പകരം 4x+3 ഇടുന്നു. 4x+3 ആയിക്കോട്ടെ, അത്രയുള്ള സംഭവം. ഇനി ജി ഓഫ് എക്സ്. ജിന്റെ ഉള്ളിൽ എക്സ് ഇട്ടാൽ x-3/4. ജിന്റെ ഉള്ളിൽ ഒരു ചക്ക ഇട്ടാൽ ചക്ക -x/3. ഓക്കെ, അപ്പൊ ജിന്റെ ഉള്ളിൽ എന്തിട്ടാലും ആ സാധനം -x/3. അതല്ലേ മനസ്സിലായത്? ഓക്കെ, അപ്പൊ ഞാൻ എഴുതരാം. നമുക്ക് വേണ്ടത് ആദ്യം എക്സ് എഴുതുന്നു, അതാണ് ഈ സാധനം. ഇപ്പൊ എൻ്റെ ഈ ബ്രാക്കറ്റിനുള്ളിൽ 4x+3. ഇനി ബാക്കിയുള്ള ജിന്റെ ഭാഗം ഞാൻ ബ്ലൂവിൽ എഴുതരാം, -3/4. അപ്പൊ എന്താ കിട്ടുക? 4x+3/3. മക്കളെ +3 -3 എന്താണ്? 0 ആയി. 4x/4 എന്താണ് ആൻസർ കിട്ടിയ? എക്സ്. അപ്പൊ ഞാൻ ഫംഗ്ഷനിൽ എക്സ് വെച്ച് തുടങ്ങി, എക്സ് ഇട്ടു. അപ്പൊ ഞാൻ ഇത് ശരിക്കും പറയാം ഇൻവേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ആപ്പിൾ ഇട്ട് ആപ്പിൾ മെഷീനിൽ, ആപ്പിൾ ജ്യൂസർ മെഷീനിൽ. അപ്പൊ ആ ജ്യൂസ് എടുത്തിട്ട് ഞാൻ ആപ്പിൾ ആ മെഷീനിൽ തിരിച്ചിട്ടാൽ എന്ത് കിട്ടണം? ആപ്പിൾ കിട്ടണം. അപ്പൊ ഞാൻ ആപ്പിൾ ഇട്ടു, ജ്യൂസ് ആക്കി. ഈ ജ്യൂസ് എടുത്തിട്ട് അതിന്റെ റിവേഴ്സ് മെഷീനിലിട്ടു, എനിക്ക് ആപ്പിൾ കിട്ടി. സെയിം സാധനം ഇങ്ങോട്ടിട്ടാൽ ഇങ്ങനെ കിട്ടണം, അതാണ് സംഭവം. ഓക്കെ, ഇപ്പോൾ എനിക്ക് പറയാം എന്താണ്? ജി ആണ് എഫിന്റെ ഇൻവേഴ്സ്. ഇനി വേണം തിരിച്ചും ട്രൈ ചെയ്ത് നോക്കാം. എഫ് ഒ ജി ട്രൈ ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് തിരിച്ചു മറിക്കാൻ നോക്കാം. അപ്പം എഫ് ഓഫ് മക്കളെ ജി ഓഫ് എക്സ് ആണ് ഉള്ളിലുള്ളത് എന്താണ്? ജി ഓഫ് എക്സ് ആണ് x-3/4. ഇത് നമ്മൾ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞ് തിരിച്ചു മറിക്കാൻ നോക്കാം. ഇനി എഫിനുള്ളിൽ എക്സ് ഇട്ടാൽ 4 × ആ സാധനം +3. ഓക്കെ, എഫിനുള്ളിൽ ഈ സാധനം ഇട്ടാൽ 4 × ആ സാധനം +3. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം 4 × ആ സാധനം +3. ആ സാധനം എന്താണ്? നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടത് x-3/4. അപ്പോൾ നോക്കിയാൽ ഈ 4ഉം 4ഉം കട്ടായി, മൾട്ടിപ്ലിക്കേഷൻ ഡിവൈഡ്. അപ്പോൾ x-3 പ്ലസ് ഒരു 3 ഉണ്ട്, അവസാനം കിട്ടി എക്സ് കിട്ടി. നോക്കിയേ, ഫംഗ്ഷനിൽ നമ്മൾ സാധനം ഇട്ടു, അത് ജ്യൂസായി, തിരിച്ച് ജ്യൂസായത് ആപ്പിളാക്കി. കിട്ടിയില്ല ഐഡന്റിറ്റി എലമെന്റ്. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് ഉറപ്പിക്കുക, കോമ്പസിഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻവേഴ്സ്. പക്ഷെ നമ്മൾ അതിന് ജി ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഫ് ഒ ജിയും ജി ഒ എഫും സെയിം സാധനം തരുന്നുണ്ടോ നോക്കുന്നു. നമ്മൾ ഇട്ട ആപ്പിൾ ജ്യൂസ്, ആപ്പിൾ ഇട്ടത് ആപ്പിൾ ജ്യൂസ് ആക്കിയിട്ട് തിരിച്ച് ആപ്പിളായി കിട്ടുന്നുണ്ടോ നോക്കുന്നു. അതാണ് സംഭവം. ക്ലിയർ ആയോ? ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇൻവെർട്ടിബിലിറ്റി ചെക്ക് ചെയ്താൽ മാത്രം പോരാ, കാണിച്ചും കൊടുക്കണം. അതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, റെഡി. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായതുകൊണ്ട് നിങ്ങളുടെ എക്സാം ഏറ്റവും കൂടുതൽ CBSE ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതൊന്നും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഇതും കൂടി കഴിഞ്ഞാൽ സെറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓക്കെ 8x3. ഓക്കെ, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ വേറെ കളർ എടുക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് x⁻⁴. ഓക്കെ, അപ്പോൾ ക്യൂബ് റൂട്ട് ആണ് വേണ്ടത്. ഓക്കെ, ഇനി ചോദിക്കുന്ന ചോദ്യം എഫ് ഒ ജി ആൻഡ് ജി ഒ എഫ് കണ്ടുപിടിക്കുക. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എപ്പോഴും എക്സാമിന് വരുന്ന ടൈപ്പാണ്. അപ്പോൾ ആദ്യം നമുക്ക് എഫ് ഒ ജിന്റെ ഓർഡർ മനസ്സിലാക്കാം. എഫ് ഒ ജി മീൻസ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. റൈറ്റിലുള്ള ഫംഗ്ഷൻ ഏറ്റവും ഉള്ളിലിടണം. ഓക്കെ, ഇനി ഞാൻ കളർ കോഡ് ഇതും തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജി ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഉള്ളിലുള്ള ആൾ വിച്ച് ഇസ് ഗ്രീൻ. ഓക്കെ, ഇനി പുറത്തുള്ള ആളാരാണ്? ബ്ലൂ കളറിലെ നമ്മുടെ എഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം അവനെ വേണ്ട, ആദ്യം നമുക്ക് ജി ഇടാം. അപ്പം എഫ് ഓഫ്
മക്കളെ ജി ഓഫ് എക്സ് ഞാൻ ക്വസ്റ്റ്യൻ എന്നത് എക്സ് റേസ്റ്റ് 1/3 ഇപ്പൊ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത സാറേ എന്താ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സി ജി ഓഫ് എക്സിന് പകരം ഞാൻ ക്വസ്റ്റ്യൻ നിന്ന് എക്സ് റേസ്റ്റ് 1/3 എഴുതി. ഇനി എഫിന്റെ ഉള്ളിൽ ഇതാ ഇടേണ്ടത്. എഫിന്റെ ഉള്ളിൽ എക്സ് ഇട്ടാൽ 8 ഇൻറ്റു ആ സാധനത്തിന്റെ ക്യൂബ്, എഫിനുള്ളിൽ ചക്ക ഇട്ടാൽ 8 ഇൻറ്റു ചക്ക ക്യൂബ്. ഓക്കെ, അതിനുള്ള എഫിന്റെ ഉള്ളിൽ ഇതിട്ട എന്താ കിട്ടുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബ്ലൂ കളറിൽ കാണിച്ചു തരാം. നോക്കിയേ, 8 ഇൻറ്റു ഒരു സാധനം തന്നാൽ അത് ഇടുന്നു, അത് ക്യൂബ് ചെയ്യുന്നു അല്ലേ. എക്സ് ഇട്ടാൽ എക്സിന്റെ ക്യൂബിന്റെ വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്നത് എക്സ് റേസ്റ്റ് 1/3. അപ്പോൾ എക്സിന്റെ ക്യൂബ് റൂട്ട് ക്യൂബ് ചെയ്യുന്നു. അപ്പം എക്സ് റേസ്റ്റ് 1/3 1/3 കൂടി കട്ടാവും, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് വരെ എക്സ് ഇൻറ്റു 1/3 ഇൻറ്റു 3, ആ 3 കട്ടായി 8x വരും ആൻസർ. ഓക്കെ, അപ്പം ആൻസർ എന്താണ് കിട്ടുന്നത് നമുക്ക് FOGക്ക് 8x കിട്ടുന്നു. ഓക്കെ, ഇനി GOF എന്താ കിട്ടുന്നത്? GOF നമുക്ക് നോക്കാം. GOF എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഫ് ഇടുന്നു ഫംഗ്ഷൻ, എന്നിട്ട് ജി ഇടുന്നു. ഞാൻ കളർ കോഡ് ഒന്നും ചെയ്യുന്നില്ല. എഫ് എന്താണ് ഫംഗ്ഷൻ? 8x ക്യൂബ്. ഇനി ജി എന്നുള്ളൊരു ഫംഗ്ഷനിൽ എന്തിട്ടാലും അതിന്റെ ക്യൂബ് റൂട്ട്, എക്സ് ഇട്ടാ എക്സിന്റെ ക്യൂബ് റൂട്ട്, ചക്ക ഇട്ടാ ചക്കേന്റെ ക്യൂബ് റൂട്ട്, 8x ക്യൂബ് ഇട്ടാൽ 8x ക്യൂബിന്റെ മൊത്തത്തിന്റെ ക്യൂബ് റൂട്ട്. അപ്പൊ എന്താണ് കിട്ടുക മക്കളെ? 8ന്റെ ക്യൂബ് റൂട്ട് എത്രയാ? 2 ആണ്. എക്സ് ക്യൂബിന്റെ ക്യൂബ് റൂട്ട് എന്താ? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 2x ആവും. റെഡിയല്ലേ കിട്ടിയത്? 8ന്റെ ക്യൂബ് റൂട്ട് 8 ആരുടെ ക്യൂബാ? 2ന്റെ ക്യൂബ്. എക്സ് ക്യൂബ് ആരുടെ ക്യൂബാ? എക്സിന്റെ. അപ്പൊ 2 × x കിട്ടി. അപ്പൊ 8x × 2x ആണ് ആൻസർ. കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മക്കളെ ഇത്രയും ക്ലാസ്സുകൾ ഇഷ്ടമായി, നിങ്ങൾക്ക് മാത്സും എല്ലാ സബ്ജക്ട്സും ഫുൾ മാർക്ക് മേടിക്കണം. കൊമേഴ്സിനാണ് കൊമേഴ്സ് ബാച്ച് ഉണ്ട്, +2 സയൻസിനാണ് +2 സയൻസ് ഉണ്ട്, +2 പൃഥ്വി ഉണ്ട്, +2 നീതിനാണ് പൃഥ്വി, ആൻഡ് +2 കീമിന് വേണ്ടിയിട്ട് വേദ ബാച്ച് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം, വാട്സാപ്പ് ചെയ്യാം, വേഗം തന്നെ അഡ്മിഷൻ എടുക്കാം. +2 നമുക്ക് ഫുൾ മാർക്ക് തന്നെ മേടിക്കാം മക്കളെ. സോ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 6000 rupees ആണ് ഉയരെ സയൻസ് ബാച്ചിന്റെ ഫീസ്. നിങ്ങൾക്ക് വിളിക്കാൻ താഴെ കാണുന്ന നമ്പറിലേക്ക്. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. പ്ലീസ് കോമെന്റ് ദ ആൻസർ ബിലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ കമന്റ്സിൽ അറിയിക്കുക. ഇത് ചെയ്യാതെ എക്സാമിന് വന്നിട്ടുള്ളൊരു ചോദ്യം FOG GOFന്റെ ഒരു ചോദ്യമാണ്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് ഈ ചാനൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.